സ്വഹ്ബിഹി വസല്ലിം. നിസ്കാരത്തിൻ്റെ സുന്നത്തുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ട് വരുന്നത്. കിതാബിൽ ഞാൻ ബാക്കി വായിക്കാം. ഇഫ്തിതാഹുൻ, അടുത്ത സുന്നത്ത് ഇഫ്തിതാഹിൻ്റെ ദുആ നടത്തലാണ്. പ്രാരംഭ പ്രാർത്ഥന കൈകെട്ടിയ ഉടനെ ഒരു സുബ്ഹാനല്ലാഹ് പറയാനുള്ള ഖദ്ർ കഴിഞ്ഞതിന് ശേഷം ഇഫ്തിതാഹ് പ്രാരംഭ പ്രാർത്ഥനയായിട്ട് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന വചനങ്ങൾ, ദുആകൾ കൊണ്ടുവരണം. അപ്പോൾ അതിന് സ്വഹീഹ് മുസ്ലിം തന്നെ റിപ്പോർട്ട് ചെയ്ത വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാതി വൽ അർദ് എന്ന് പറയുന്ന മഷ്ഹൂറായ ദുആ ആണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളതും ചൊല്ലാറുള്ളതും. അപ്പോൾ അതാണ് ഏറ്റവും അഫ്ളൽ. അതേസമയം അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന മറ്റു ദുആകളും മതിയാവും. അപ്പോൾ ഹദീസിൽ തന്നെ വാരിദായ മറ്റു ദുആകളൊക്കെ ഉണ്ട്. ഏതായാലും ഇഫ്തിതാഹിൻ്റെ ദുആ, പ്രാരംഭ പ്രാർത്ഥന നടത്തൽ പ്രത്യേകം സുന്നത്താണ്, ഒഴിവാക്കുന്നത് കറാഹത്താണ്. അപ്പോൾ സിറൻ, പതുക്കെയാണ് നടത്തേണ്ടത്. ഇമാമായാലും മഅ്മൂമായാലും പതുക്കെയാണ് ദുആഉൽ ഇഫ്തിതാഹ് കൊണ്ടുവരേണ്ടത്. ലി മുതമക്കിനിൻ, ആർക്കാണ്? സൗകര്യമുള്ളവനിക്ക് എന്ന് പറഞ്ഞാൽ ഫാത്തിഹ ഓതാൻ തന്നെ സമയമില്ലാത്തവനിക്ക് പിന്നെ ദുആഉൽ ഇഫ്തിതാഹ് കൊണ്ടുവരുന്നത് സുന്നത്തില്ല. അപ്പോൾ ദുആഉൽ ഇഫ്തിതാഹ് കൊണ്ടുവരാൻ സമയം കിട്ടും എന്നുള്ളവനിക്ക് മാത്രമേ എന്തുള്ളൂ, അത് കൊണ്ടുവരുന്നത് സുന്നത്തുള്ളൂ. ഇല്ലം യതഅവ്വദ്, അവൻ അഊദുവിലേക്ക് കടന്നിട്ടില്ലെങ്കിൽ, അഊദു ഓതിയിട്ടില്ലെങ്കിൽ, അഊദുവിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ദുആഉൽ ഇഫ്തിതാഹ് കൊണ്ടുവരുന്നത് സുന്നത്തില്ല. അപ്പോൾ കൈകെട്ടിയ ഉടനെ അഊദു ഓതി, എന്നാൽ പിന്നെ ബാക്കി ബിസ്മിയും കൂട്ടിയിട്ട് ഫാത്തിഹ അങ്ങ് തുടങ്ങാം. ഔ യജ്ലിസ് മഅ ഇമാമിഹി, അല്ലെങ്കിൽ എന്തായിട്ടില്ല, കൈകെട്ടി ഉടനെ അഊദു ഓതിയതല്ല, കൈ കെട്ടിയിട്ട് നേരെ ഇമാമിനോട് കൂടി പോയിട്ട് ഇരുന്നിന്. ഇവൻ പിന്നെ പിന്തി തുടർന്ന ആളാണ്, മസ്ബൂക്കാണ്. അപ്പോൾ ഇമാമിനോട് പോയി കൂടെ ഇരുന്നു. അങ്ങനെ ഇമാമിനോട് കൂടെ ഇരുന്നിട്ടില്ലെങ്കിലാണ് ദുആഉൽ ഇഫ്തിതാഹ് സുന്നത്ത്. അപ്പോൾ ഇമാമിനോട് കൂടി ഇരുന്ന് എന്നിട്ട് അത്തഹിയാത്ത് ഓതട്ടെ ഓതാതിരിക്കട്ടെ, അത്തഹിയാത്തിലൊന്നും ഒന്നും മിണ്ടിയിട്ടില്ല, എന്നാൽ അതിനുശേഷം അവൻ ഖിയാമിലേക്ക് വന്നു. എന്നാലും ഇവൻ്റെ ഒന്നാമത്തെ റക്അത്ത് തന്നെയല്ലേ, പക്ഷെ അവിടെ ദുആഉൽ ഇഫ്തിതാഹ് സുന്നത്തില്ല. അപ്പോൾ ദുആഉൽ ഇഫ്തിതാഹ് സുന്നത്തുള്ളത് അഊദു ഓതിയിട്ടില്ലെങ്കിൽ, ഔ യജ്ലിസ് മഅ ഇമാമിഹി, അല്ലെങ്കിൽ ഇമാമിനോട് കൂടി ഇരുന്നിട്ടില്ലെങ്കിലാണ്. വഹുവ, ഏതാണ് ദുആഉൽ ഇഫ്തിതാഹ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാതി വൽ അർദ എന്ന് പറയുന്ന അഫ്ളലായ ദുആഉൽ ഇഫ്തിതാഹ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഹദീസിൽ തന്നെ വാരിദായ മറ്റ് ദുആകളുമുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി, അതിലേറ്റവും ചെറുതായിട്ട് മനസ്സിലാകുന്നത് സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക എന്ന് പറയുന്ന ദുആ. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ കബീറ സുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല എന്നൊക്കെ പറയുന്ന ദുആകൾ ഈ സ്ഥാനത്ത് വാരിദായതായിട്ട് നമുക്ക് കിതാബുകളിൽ കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ സൗകര്യമുള്ള ഏതെങ്കിലും ദുആഉൽ ഇഫ്തിതാഹ് ഓതിയാൽ ആ കറാഹത്ത് നീങ്ങും, ദുആഉൽ ഇഫ്തിതാഹിൻ്റെ സുന്നത്ത് കിട്ടും. അതേസമയം അഫ്ളലായ രീതിയിൽ പൂർണ്ണമായ ഒരു സുന്നത്ത് പ്രതീക്ഷിക്കുന്നവർ ഇത് തന്നെയാണ് നമ്മൾ പണ്ടേ മദ്രസയിൽ നിന്ന് പഠിച്ചു വരുന്ന ആ ദുആഉൽ ഇഫ്തിതാഹ് വരുന്നത് തന്നെയാണ് ഏറ്റവും അഫ്ളൽ. അപ്പോൾ വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ, എൻ്റെ മുഖം മുന്നിടിച്ചിരിക്കുന്നു. വജ്ജഹത്തു വജ്ഹി, എൻ്റെ മുഖത്തെ ഞാൻ മുന്നിടിച്ചിരിക്കുന്നു. ലില്ലദീ ഫത്തറ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിലേക്ക് ഞാൻ എൻ്റെ മുഖം മുന്നിടിച്ചിരിക്കുന്നു. മുഖം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, അവൻ്റെ ദാത്ത് എന്ന് തന്നെയാണ് അർത്ഥം. ശരീരം മുഴുവനും അള്ളാഹുവിലേക്ക് മുന്നിട്ടിരിക്കുന്നു. അത് മുഖം എന്നുള്ളത് കിനായത്തായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ എന്താവണം, ഇത് പറയുന്നത് കളവായി പോകരുതല്ലോ. അപ്പോൾ ഞാൻ അള്ളാഹുവിലേക്ക് മുന്നിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ കൈകെട്ടിയ ഉടനെ കളവ് പറയുന്ന ഒരവസ്ഥയിലായി പോവാതിരിക്കാൻ ഇത്തരം സന്ദർഭങ്ങളിൽ നല്ല ബോധത്തോടു കൂടി തന്നെ ഇത് പറയൽ അനിവാര്യമാണ് എന്ന് പിന്നെ മഹാന്മാരൊക്കെ പഠിപ്പിച്ചതായി കാണാം. ഇബ്നു ഹജറാങ്ങൾ തുഹ്ഫയിൽ പ്രത്യേകം പറഞ്ഞിട്ട് കാണാം, ഈ എന്താക്കണം, ഈ ദുആ വളരെ സത്യസന്ധമായിട്ട് തന്നെ നിർവഹിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ മുന്നിടിച്ചിരിക്കുന്നു എന്നുള്ളതൊക്കെ ദുആഉൽ ഇഫ്തിതാഹ് അല്ലേ. അപ്പോൾ ദുആ എന്ന് പറഞ്ഞാൽ അത് ഇൻഷാഇയായ ജുംലയല്ലേ, കലാമല്ലേ. അപ്പോൾ പിന്നെ സിദ്ഖിനും കദിബിനും ഇഹ്തിമാൽ ഇല്ലാത്തതിനിക്കല്ലേ എന്ത് പറയാ, ഇൻഷായി എന്ന് പറയാം. ഖബരിയാവുമ്പോൾ അല്ലേ എന്താവുള്ളൂ, പിന്നെ സത്യം കളവ് എന്നൊക്കെ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ദുആ ആയതുകൊണ്ട്
പിന്നെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എന്നെ ആക്കിത്തരണം എന്നുള്ള അർത്ഥത്തിലാണല്ലോ നമ്മൾ പറയുന്നത് എന്നൊക്കെ അതിന് തഅ്വീല് ചെയ്യുന്നുണ്ടെങ്കിലും സംഗതി അപ്പോഴും എന്താവണം, എന്നെ ആ രീതിയിലാക്കി തരണേ എന്ന് പറയുമ്പോഴും നമ്മൾ സത്യസന്ധമായിട്ട് തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നുകൂടിയാണ് അതിൻ്റെ താല്പര്യം. നോക്കാം. അപ്പോൾ ഞാൻ അർത്ഥം വെക്കുന്നില്ല, അറിയാത്തവർ ചോദിച്ച് മനസ്സിലാക്കുക. ഹനീഫ മുസ്ലിമ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു ബിദാലിക ഉമിർതു വ അന മിനൽ മുസ്ലിമീൻ. ഇങ്ങനെ ഇതാണ് ദുആഉൽ ഇഫ്തിതാഹ്. അടുത്തത് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, സുന്നത്തുകൾ ഓരോന്നും കൂടുതൽ വിശദീകരണമില്ലാതെ നമ്മൾ കിതാബ് വായിച്ചു വിടുകയാണ്. സുമ്മ തഅവ്വുദുൻ, പിന്നെ അഊദു ഓതലാണ് സുന്നത്ത് ലഹു. ആർക്ക്? നേരത്തെ പറഞ്ഞാൽ ഈ മുതമക്കിൻ എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ അഊദു ഓതാൻ സൗകര്യമുള്ളവർക്ക്. അപ്പോൾ ഫാത്തിഹ പൂർണ്ണമായും കിട്ടുമെന്ന് പ്രതീക്ഷയുള്ളവർക്ക് ഇമാമിനോട് കൂടെ, അത് എന്താണ് മഅ്മൂമായി നിൽക്കുമ്പോഴാണ് ആ വിഷയം കൂടുതലായി വരുന്നത്. അപ്പോൾ ലഹു, ആ മുതമക്കിനിക്ക് പിന്നെ ഇമാമിനോട് കൂടെ ഫാത്തിഹ പൂർണ്ണമായി കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള ആ ഔദും കൂടി ഓതാൻ സൗകര്യമുള്ളവനിക്ക് ഔദും കൂടി ഓതൽ സുന്നത്തുണ്ട്. ബികുല്ലി റക്അത്തിൻ, എല്ലാ റക്അത്തിലും സിർറൻ, പതുക്കെയാണ് ഓതൽ സുന്നത്തുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇമാമടക്കം എന്താണോ അത് പതുക്കെയാണ് ഓതേണ്ടത്. എല്ലാ റക്അത്തിലും ഓതണം. ഒന്നാമത്തെ റക്അത്തിൽ എന്താണ് മുഅക്കദായ സുന്നത്താണ്, ഒഴിവാക്കുന്നത് കറാഹത്താണ്. ബാക്കി എല്ലാ റക്അത്തിലും അത് സുന്നത്ത് തന്നെയാണ്. വഖഫുൻ അലാ റഅസി കുല്ലി ആയ, എല്ലാ ആയത്തിൻ്റെയും തുടക്കത്തിൽ എന്തുണ്ട്? വഖഫ് ചെയ്യൽ സുന്നത്താണ്. മിനൽ ഫാത്തിഹ, ഫാത്തിഹയിൽ നിന്നുള്ള ഓരോ ആയത്തിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അങ്ങനെ നിർത്തി ഓരോ സ്ഥലത്തും വഖഫ് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. ഹത്തൽ ബസ്മല, ബിസ്മിയിൽ വരെ അങ്ങനെയാണ്. എന്തിനങ്ങനെ പറഞ്ഞത്? ബിസ്മിയും ഹംദും ചേർത്തുകൊണ്ട് വസലാക്കി ഓതലാണ് നല്ല ശൈലി എന്ന് എന്താകുന്നുണ്ട് ഖുർആ പറഞ്ഞതായിട്ടുണ്ട്. അപ്പോൾ ഫാത്തിഹയിൽ അപ്പോഴും എന്ത് തന്നെയാണ്? ബിസ്മിയും ഹംദും കൂട്ടിയിട്ട് തന്നെയാണ് ഓതേണ്ടത്. അവിടെ ഫാത്തിഹയിൽ ബിസ്മി ഹംദും പിന്നെ വേറെ കൂട്ടിയിട്ട് ഓതണം എന്ന് പറഞ്ഞവരുണ്ട്. അവിടെ അങ്ങനെയല്ല. ബിസ്മിയിൽ പോലും എന്ത് തന്നെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുറിച്ച് ഓതുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബിസ്മിയിലടക്കം ഫാത്തിഹ ഓരോ ആയത്തിലും നിർത്തിയിട്ടാണ്, ബിസ്മിയിലും നിർത്തിയിട്ട് അൽഹംദു വേറെ തന്നെ തുടങ്ങിയാണ് വേണ്ടത്, ബിസ്മി ഹംദും കൂട്ടിയിട്ടല്ല. ഇനി വയുക്റഹുൽ വഖഫു, അത് പ്രത്യേകം പറയാനുള്ള കാരണം ബിസ്മിയും ഹംദും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം പരിഗണിച്ച് അത് വസുലാക്കി ഓതലാണ് നല്ലത് എന്ന് പറയുന്നവരുള്ളത് കൊണ്ടാണ്. ഏതായാലും വയുക്റഹുൽ വഖഫു അല അൻഅംത അലൈഹിം, അൻഅംത അലൈഹിം എന്ന സ്ഥലത്ത് വഖഫ് ചെയ്യൽ കറാഹത്താക്കപ്പെടുന്നതാണ്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്നിട്ട് നിർത്തുക. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, അങ്ങനെ എന്താക്കുക? പിന്നെ ഒറ്റ ആയത്താണല്ലോ, ആ ആയത്തിന്റെ ഇടയിൽ അൻഅംത അലൈഹിം എന്നുള്ളിടത്ത് നിർത്തൽ കറാഹത്താണ്. അപ്പോ ഇനി അഥവാ നിർത്തിനങ്ങനെ തന്നെ പിന്നെ രണ്ടാമത് എടുത്തോതൽ സുന്നത്തൊന്നുമില്ല. നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് ബാക്കി ഓതുക തന്നെയാണ് വേണ്ടത്. എടുത്തോതുന്നതിന് പിന്നെ പ്രത്യേകം തൊലബില്ല, എടുത്തോതാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിർത്തൽ കറാഹത്താണ്. തഅ്മീനുൻ, ഇനി ആമീൻ പറയൽ. 3 വിഷയങ്ങളാണ് ഈ പാരാഗ്രാഫിൽ പറയുന്നത്. ഒന്ന് ഇഫ്തിതാഹിന്റെ ദുആ, പിന്നെ ഇപ്പം പറഞ്ഞ ഔദു ഓതൽ, പിന്നെ ആമീൻ പറയൽ. വതഅ്മീനുൻ, ആമീൻ പറയലും സുന്നത്താണ്. ബിതഖ്ഫീഫിൻ വമദ്ദിൻ, തഖ്ഫീഫിൻ വമദ്ദിൻ, ഷദ്ദില്ലാതെ. അപ്പോൾ ആമീൻ എന്ന് പറയരുത്. അപ്പോൾ മീമിന് ഷദ്ദില്ലാതെയാണ് പറയേണ്ടത്. വമദ്ദിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അംസക്ക് മദ് വേണം. അമീൻ എന്നല്ല, ആമീൻ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ആമീൻ എന്ന് പറയൽ സുന്നത്തുണ്ട്. അവിടെ മീമിന് ഷദ്ദ് കൊടുത്താൽ മഅന തന്നെ മാറിപ്പോകും. മനഃപൂർവ്വം പറഞ്ഞാൽ നിസ്കാരം തന്നെ ബാത്തിലായി പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറും എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആമീൻ എന്ന് പറയുമ്പോൾ മീമിന് ഷദ്ദ് കൊടുത്തുകൊണ്ട് ഉച്ചരിക്കുമ്പോൾ എങ്ങനെയാണ് വരിക? അത് അമ്മയ ഉമ്മുൻ്റെ അമ്മയ ഉമ്മു അമ്മം ഫഹുവ ആമുൻ, ആമുൻ ആമാനി ആമൂന എന്ന് പറയുന്ന ആമൂന എന്ന് പറയുമ്പം പിന്നെ അതിൻ്റെ
പിന്നെ നസ്ബിന്റെ ജെറിന്റെ സമയത്ത് ആമീന എന്നാണല്ലോ പറയേണ്ടത്. ആ അർത്ഥത്തിൽ എന്തായി പോകും, മാറിപ്പോ അമ്മ ഉമ്മുവിന്റെ പിന്നെ ഇസ്മു ഫായിലിന്റെ ജമ്മു മുദക്കറായി മാറും. അപ്പൊ മഅന മാറി. അമ്മ എന്ന് പറഞ്ഞാല് ഖസദ കരുതി ഉദ്ദേശിക്കുന്നവർ എന്ന അർത്ഥത്തിൽ ആമീൻ എന്ന അർത്ഥം മാറും. അങ്ങനെയല്ലല്ലോ ആമീൻ. അപ്പൊ ബി തഖ്ഫീഫിൻ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. അപ്പൊ മീമിന് ഷദ്ദ് കൊടുക്കാതെയാണ് പറയേണ്ടത്, ആമീൻ എന്നാ പറയേണ്ടത്. അപ്പോ അംസക്ക് മദ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ കുറെ നീട്ടണം എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. അത് മിനിമം മദ്, അസ്ലിയായ മദ് അവിടെ ഉണ്ടാവണം. അമീൻ എന്നല്ല പറയേണ്ടത്, ആമീൻ എന്നാണ്. അപ്പോൾ ആമീൻ എന്ന് പറയുമ്പോൾ ഖിറാഅത്തിന്റെ നിയമം അനുസരിച്ചിട്ട് ഇപ്പോൾ ആമീൻ അംസക്ക് 2 മദ്ദേ ഉള്ളൂ, അസ്ലിയായ മദ്. മീമിനാണ് എന്താകുന്നത്, പിന്നെ വഖഫിന് വേണ്ടി ആരിലായ സുക്കൂൻ അവിടെ വരുന്നത് കൊണ്ട് മീമിന് വേണമെങ്കിൽ 6 ഖദർ വരെ നീട്ടാം. അപ്പോ ജഹറും ബിഹി ഫി ജഹരിയത്തിൻ, ആ ആമീൻ കൊണ്ട് ജഹറാക്കലും സുന്നത്താണ്. ഫി ജഹരിയത്തിൻ, ജഹരിയായ നിസ്കാരത്തിൽ, ഉച്ചത്തിൽ ഓതേണ്ട നിസ്കാരത്തിൽ ഉച്ചത്തിൽ തന്നെയാണ് ആമീൻ പറയേണ്ടത്. അപ്പൊ ഫാത്തിഹ ഉച്ചത്തിലാണ് ഓതുന്നതെങ്കിൽ അത് ആർക്കാ സുന്നത്തുള്ളത്? അത് ഇമാമിനിക്കും അതുപോലെ തന്നെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനൊക്കെ എന്താണ് മഗ്‌രിബ് ഇശാ സുബ്ഹിലൊക്കെ പിന്നെ ഒച്ചത്തിൽ ഓതലാണ് സുന്നത്ത്. ഇമാമിന് മാത്രമല്ല, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനിക്കും അങ്ങനെ തന്നെയാണ്. മഅ്മൂം പതുക്കെയാണ് ഓതേണ്ടതെങ്കിലും പിന്നെ എന്താണ് ഫാത്തിഹ ഒച്ചത്തിൽ ഓതേണ്ട ഇമാമും മഅ്മൂമും ഒക്കെ, സോറി, ഇമാമും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനൊക്കെ പിന്നെ ആമീനും ഒച്ചത്തിൽ തന്നെ ഓതേണ്ടത്. അപ്പോൾ മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം ഫാത്തിഹ പതുക്കെയാണെങ്കിലും അവിടെയും ആമീൻ എന്താണ് ജഹരിയായ നിസ്കാരത്തിൽ ഉച്ചത്തിൽ തന്നെയാണ് പിന്നെ ചൊല്ലേണ്ടത്. ആമീൻ പറയുമ്പോൾ ഉച്ചത്തിൽ തന്നെയാണല്ലോ നമ്മൾ ചൊല്ലാറുള്ളത്. അപ്പോൾ ജഹരിയ നിസ്കാരത്തിൽ, ഉച്ചത്തിൽ ഓതേണ്ട നിസ്കാരത്തിൽ പിന്നെ ഉച്ചത്തിൽ തന്നെ ആമീൻ പറയുക. ജഹറായിട്ട് തന്നെ ആമീൻ പറയലും സുന്നത്താണ്. പിന്നെ അവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, സാധാരണ മഗ്‌രിബ് ഇശാക്ക് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവർ അവർ സിറിയായ രീതിയിലാണ് സാധാരണ ബിസ്മിയും പിന്നെ സൂറത്തുകളൊക്കെ ഫാത്തിഹയും സൂറത്തുകളൊക്കെ പാരായണം ചെയ്യാറുള്ളത്. അവർക്ക് അവിടെ സുന്നത്തുള്ളത് ജഹരിയായ നിസ്കാരമായതുകൊണ്ട് ജഹറാക്കിയിട്ട് തന്നെയാണ് അവരൊക്കെ ഓതേണ്ടത്, ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴായാലും. മഅ്മൂമാണ് എന്താക്കേണ്ടത്, ഫാത്തിഹ പതുക്കെ ആക്കേണ്ടത്. അതേസമയം ആമീൻ അവരൊക്കെ എന്താക്കണം, ഉച്ചത്തിൽ തന്നെ മഅ്മൂം അടക്കം ജഹരിയായ നിസ്കാരത്തിൽ ഉച്ചത്തിൽ കൊണ്ടുവരണം. പിന്നെയോ വലി മഅ്മൂമിൻ സമിഅ ഖിറാഅത ഇമാമിഹി മഅഹു, ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കുന്ന മഅ്മൂമിനിക്ക് ആ ഇമാമിനോട് കൂടെ ആമീൻ പറയൽ സുന്നത്താണ്. അതെന്തുകൊണ്ടാണ് വേറെ തന്നെ പറഞ്ഞത്? കാരണം മഅ്മൂമിനിക്ക് ഫാത്തിഹ സിറിയായ രീതിയിലാണ്, സിറായിട്ട് കൊണ്ടുവരുത്താണല്ലോ പിന്നെ വേണ്ടത്. അപ്പോൾ മഅ്മൂമ് ഫാത്തിഹ സിറാക്കിയത് കൊണ്ട് എന്താക്കണ്ട, ആമീൻ സിറാക്കേണ്ടതില്ല. ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കുന്ന മഅ്മൂമാണോ, എന്നാൽ ആ ഇമാമിനോട് കൂടി ആമീൻ ജഹറാക്കിയിട്ട് തന്നെ പറയൽ സുന്നത്താണ്. ഇനി വലൗ തറക്കഹുൽ ഇമാമു, ഇമാം അത് ഉപേക്ഷിച്ചാലും ശരി, ഇമാം ആമീൻ പറഞ്ഞിട്ടില്ല, ഇമാം ആമീൻ പറയണം. ഇമാമിനത് പ്രത്യേകം സുന്നത്താണ്, ആമീൻ ഒഴിവാക്കരുത്. അപ്പൊ ഇമാം ആമീൻ പറയുമ്പോൾ ഇമാമിനോട് കൂടി ഒന്നിച്ച്, എല്ലാവരും കൂടി ഒന്നിച്ചിട്ടാണ് ആമീൻ പറയേണ്ടത്. അപ്പൊ ഇമാം ഒഴിവാക്കിയാലും മഅ്മൂമിനിക്ക് എന്തുണ്ട്, ഫാത്തിഹ ഉച്ചത്തിൽ പറയൽ സുന്നത്തുണ്ട്, അല്ല ആമീൻ ഉച്ചത്തിൽ ചൊല്ലൽ സുന്നത്തുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു, നിങ്ങൾ എന്താണ് ഇമാം ആമീൻ പറയുമ്പോൾ ഫഅമ്മിനു, നിങ്ങളും ആമീൻ പറയുക. ഫഇന്നഹു മൻ വാഫഖ തഅ്മീനുഹു തഅ്മീനൽ മലായിക, കാരണം ഇമാമിന്റെ ആമീനോട് മലക്കുകളുടെ ആമീൻ യോജിച്ച് വരുമെന്നാണ്. അപ്പോൾ ഇമാം ഫാത്തിഹ ഓതിക്കഴിഞ്ഞതിന് ശേഷം മലക്കുകളൊക്കെ ആമീൻ പറയുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ള പറയാണ് ഫഇന്നഹു മൻ വാഫഖ തഅ്മീനുഹു, ആരുടെയെങ്കിലും ആമീൻ യോജിച്ച് വന്നാൽ തഅ്മീനൽ മലായികത്തി, മലക്കുകളുടെ ആമീനോട് യോജിച്ച് വന്നാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതാണ്. റവാഹു ഷൈഖാനി, ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെയുള്ള ഹദീസാണ്. ഞാൻ വളരെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്, പിന്നെ സുന്നത്തുകളൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ചെറിയൊരു ഓർമ്മപ്പെടുത്തലൂടെ നമ്മൾ കിതാബ് അർത്ഥം വെച്ച് പോകുന്നെന്ന് മാത്രം. ഒരുപാട് വിഷയങ്ങൾ ഇനിയും നമുക്ക് വളരെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തതും വളരെ അത്യാവശ്യമുള്ളതും നമുക്ക് അറിഞ്ഞിരിക്കൽ നിർബന്ധവുമായ ഒരുപാട് വിഷയങ്ങൾ ഇനിയും ശേഷം വരാനുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ക്ലാസ്സുകൾ പെട്ടെന്ന് കേട്ട് തീർക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.